കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. പഞ്ചഗവ്യവും അതേപോലെ തന്നെ നവകമൊക്കെ കഴിഞ്ഞ് ശുദ്ധിയുള്ള സമയമാണല്ലോ. അതേപോലെ ഒരു ഭാഗത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചെമ്പൈ വൈദ്യനാഥ ഭഗവതരുടെ അതിൻ്റെ കച്ചേരികൾ നടക്കുന്നു. ഒരുപാട് സംഗീത പ്രതിഭകൾ അങ്ങനെ മാറ്റിയൊരുക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ കാണുന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ നമ്മൾ കാണുന്നത് കിഴക്കേ നടയിൽ പോയിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ച് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്കിങ്ങനെ വരാം. അതിനുശേഷം അത്തിമര ഗണപതിയെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ വന്ന് ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ വരുമ്പോൾ കൊടിമരം കാണാം. കൊടിമരമൊക്കെ അലങ്കരിച്ചതിങ്ങനെ കാണാം. അങ്ങനെ മുകളിലേക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവി, അതേപോലെ താഴത്ത് നോക്കിയാൽ വലിയ ബലിക്കല്ല്, അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും അതേപോലെ കെടാവിളക്കൊക്കെ കാണാം. അതേപോലെ വലത്തേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ തൂണ് നോക്കി ഇങ്ങനെ തൊഴാം. അതും കണ്ട് അതിന് ശേഷം നമ്മളിങ്ങനെ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. നിറയെ പൂക്കൾ ഇങ്ങനെ കാണുന്നു, നിറയെ ലൈറ്റ് കാണുന്നു. അങ്ങനെ നല്ല തിളക്കം. അങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞിക്കാലുകൾ കാണാണ്ട് അതിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. കാൽത്തളകൾ കാണാണ്ട്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, അതൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഭഗവാന്റെ തിരുനെറ്റി കാണാണ്ട് ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ്. കൈവളകൾ കാണാണ്ട് അങ്ങനെ 2 കൈ കൊണ്ട് കൂടി പൊന്നോടക്കുഴൽ ഇങ്ങനെ ചുണ്ടോട് അടുപ്പിച്ച് ഉണ്ണി ഇങ്ങനെ വായിക്കുകയാണ്, ഓടക്കുഴൽ വായിക്കുകയാണ്. അതാണ് കാണാനുള്ളത്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ തിരുമുടിമാലകൾ 2-3 ഉണ്ട്. തെച്ചി, തുളസി, വെളുത്ത പൂവായിട്ടുള്ളത്. അതേപോലെ തന്നെ ഉണ്ടമാലകളുണ്ട് 2 ഉണ്ടമാലകളും 3 തിരുമുടിമാലകളൊക്കെ അണിഞ്ഞ് ചെവിപ്പൂക്കളൊക്കെ വെച്ച് നല്ലൊരു സുന്ദരനായ ഉണ്ണി അങ്ങനെ ആ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുതോളൂ. നമ്മളിപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്ന് ഗുരുവായൂരപ്പനെ കാണുകയാണ്, ആ പൊന്നുണ്ണിയെ കാണുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എന്നിട്ട് കാണുക. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തൊഴുത് ഇറങ്ങിയാൽ നേരെ വന്ന് ആദ്യം കാണുന്ന അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ചുവരിൻ്റെ മുകളിലത്തെ ആലിലക്കണ്ണനെയും അതേപോലെ ഗ്രില്ലിനപ്പുറത്ത് കിടന്ന സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വന്നാൽ ഗണേശനെ കാണാം. ഗണേശൻ്റെ അവിടെ നിറയെ മാലകളുണ്ട്. അതേപോലെ ചന്ദനവും ഒക്കെ അണിഞ്ഞ് നന്നായിട്ടുണ്ട്. കൊമ്പ്, തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിലൊരു മഞ്ഞ പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കാണാനുള്ളത്. പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ വന്ന് കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴുക. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടുന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങിയിട്ട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷവും ഒക്കെ കണ്ടു തൊഴാം. അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ടു തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടു തൊഴുത് ഇങ്ങനെ വന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ആ മുകളിലുള്ള നരസിംഹ അവതാരം ഒന്ന് കണ്ടു തൊഴാം. പിന്നീട് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴുത് ആ കൃഷ്ണനെയും അതേപോലെ മുരുകനെയും ഒക്കെ കണ്ട് ഹനുമാൻ്റെ അടുത്ത് വരിക. ഹനുമാൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ, മാലകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം
ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ തൊഴുത് പിന്നെ രാധാകൃഷ്ണനെയും കാളിയമർദ്ദന രൂപിയും ഒക്കെ കണ്ട് അതേപോലെ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് ആ താമരക്കണ്ണനെ കൽപ്പവൃക്ഷത്തിന് ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ നേരെ വന്ന് മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ മേൽപ്പത്തൂരിനെയൊക്കെ തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് ഇടത്തരികത്ത് രാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോരാം. അങ്ങനെ ഭഗവതിയുടെ അടുത്തെത്തുമ്പോൾ അവിടെ നിന്ന് ഭഗവതി ഗോളകയാണ്. അങ്ങനെ മുകളിലൊക്കെ നല്ല അങ്ങനെ ധാരാളം പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു പച്ച പട്ട് ചാർത്തിയിട്ടുണ്ട്. നന്നായിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിറയെ പൂക്കളാണ് കാണാനുള്ളത്. അതേപോലെ ശ്രീവേലി വിഗ്രഹമൊക്കെ മാലകൾ ധാരാളമുണ്ട്. അപ്പോൾ അമ്മയെ തൊഴുക, പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ അവിടെ പോയി ദർശനം കിട്ടിയ പോലെയോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പൊന്നോടക്കുഴലിൽ വിളിക്കുന്ന ആ ഉണ്ണിയെ കണ്ട് തൊഴുത് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെയൊക്കെ ദിവസവും തിരക്ക് തന്നെ കേട്ടോ, ഒന്നും തിരക്ക് തന്നെയാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ സ്വാമിമാരുടെ തിരക്കാണ്. മാല ഇടുന്ന ആളുകളുണ്ട്, അതേപോലെ കെട്ട് നിറയ്ക്കുന്ന ആളുകളുണ്ട്. 5-6 ഗുരുസ്വാമിമാരിങ്ങനെ കെട്ട് നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. അങ്ങനെ അയ്യപ്പനെ നോക്കിയിട്ട് അയ്യപ്പനെ മുഖമൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. നല്ല സ്വർണത്തിൻ്റെ മാലയുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ച് തൊഴുത് വന്ന് അങ്ങനെ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വരിക. അത് കഴിഞ്ഞ് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്നിട്ടൊന്ന് തൊഴുത് ഭഗവതി നടയിലും പിന്നെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. അപ്പോൾ മഹാദേവനും പാർവതി ദേവീനെയും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.